പിന്നെന്താ നീ പറയ്. ഇത്രയും നേരം ഞാനല്ലേ പറഞ്ഞത്, ഇനി നീ വല്ലതും പറ. എനിക്കൊന്നുമില്ല പറയാൻ. എന്തോന്ന്? എനിക്ക് 5 മണിക്ക് കൂട്ടുകാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ 7 മണിക്കേ പോകണുള്ളൂ. 7 മണിക്കാ? എന്തോല്ല കുഴപ്പമുണ്ടാ? കുഴപ്പമില്ല. പിന്നെ നിന്റെ അനിയൻ എന്തോന്ന് പരിപാടി? അവൻ്റെ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. എന്ത് നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കണേ? ഒരുമിച്ചാണ് താമസം, പക്ഷേ 2 മാസം മുമ്പ് ഞാനൊരു ഉടക്കി. ഞാൻ കരയും കൈവച്ച്, പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. നീ അവനോടൊന്ന് സംസാരിക്കണം. അതിൽ പ്രശ്നമുണ്ടോ? അയ്യോ, നിന്റെ അത്ര പ്രശ്നമൊന്നുമില്ല. എടാ, എൻ്റെ വീടിൻ്റെ താഴെ ഒരു കോളനി ഉണ്ട്. അവിടെ കുറേ അലരാതികളുണ്ട്. ഒരു അനി, ഒരു സുനി, ഒരു ശംഭു. അവരൊക്കെ ആയിട്ടാ നിന്റെ അനിയൻ്റെ കൂട്ട്. ജംഗ്ഷനിൽ കൂടി നിൽക്കുക, പെമ്പിള്ളാരെ ശല്യം ചെയ്യുക, ട്രിപ്പിൾസ് അടിച്ച് പോവുക, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്തുവാണോ നീ പറയുന്നത്? അല്ല, നീ അവനോടൊന്ന് സംസാരിക്കണം. എടാ, അവനെ തല്ലണ്ട, കൊച്ചുകുട്ടിയല്ലേ. 22 വയസ്സുള്ള കൊച്ചു വച്ചാ അതൊന്നും ശരിയാവൂല. ശരി, നിനക്ക് വേണ്ടി ഞാൻ അടുത്ത് സംസാരിക്കാം. പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണം, കാരണം ഞാൻ ഷോർട്ടം പേടകണ്ടേ, ചിലപ്പം കയറി കൈവച്ചാളെ. നീ വിളിച്ചാൽ ഞാൻ ഓക്കെയാണ്. ശരി. എവിടെ പോകാൻ എത്ര നേരം നീ? നിന്നോട് അയച്ചു വിട്ടേക്കടാ. ഡേയ്, നാളെ 10 മണിക്കകത്ത് നീ വീട്ടിൽ കയറിക്കണം. നിന്നെ ഇനി വെളിയിൽ കണ്ട. എവിടെ പോയി 2 ദിവസം നീ? അടുത്തവൻ നിന് തോന്നിയ ദിവസം എവിടെ? ഞാനെന്താ വൈകി കുറുക്കി പിടിക്കില്ലോ എനിക്ക്. നിങ്ങൾ വെമ്പാൻ എന്താടാ? കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. നിനക്ക് ശംഭുവിനെ അറിയോടാ? അറിയാം. എന്ത്? എൻ്റെ കൂട്ടുകാരൻ. എനിക്കറിയാം. നീ തുണിച്ച് അടിച്ചോടാ? ചേട്ടന്മാരെ അടിച്ചുകൂടാ. അല്ല പിന്നെ അവൻ്റെ തോന്നിവാസം. അച്ചവടില്ലെന്ന് പറയാൻ എന്തോന്നി ദിവസം ആവാന്ന? എൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ്. ഞാൻ പിന്നെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. കുട്ടി ഉറങ്ങിയില്ലേ? എൻ്റെ വെള്ള ഷൂ ഇടറോ. വിഷ്ണുവിനെ 10 വരെ എണ്ണു. അതിനു മുന്നേ എനിക്ക് എൻ്റെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കിട്ടു. എന്നാ കിട്ടു? ഈ ഷർട്ട് എൻ്റെ അല്ലേ? ഊര്. രാവിലെ കഴുത്തരാ കുട്ടു. കുറച്ച് അഴുക്ക്. പാൻറ് ചേട്ടനാണ്, കൊച്ചിലെ കണ്ടുപോലെയല്ല. കഴുത്തരാവേ, രാവിലെ കഴുത്തരാ വിട്ടു. കേട്ടോ വിട്ടു. ഗുഡ് നൈറ്റേ. അല്ല പിന്നെ നീ നാളെ താമസിച്ചു നോക്ക്, എൻ്റെ കാലിൽ ഞാൻ അടിച്ചോടിക്കും.